ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ് കേട്ടോ. വയനാട്ടിൽ പോകുന്ന വഴിക്ക് നല്ലൊരു ചായയും ഒരു അരിയുണ്ടൊക്കെ കഴിച്ച് അവിടുന്ന് യാത്ര തുടങ്ങി കേട്ടോ. അവിടുന്ന് നമ്മളെ ചുരങ്കേരി മുകളിലെത്തിക്കഴിഞ്ഞാൽ പെരിയാപ്പീക്കിൻ്റെ ഒരു ചായപ്പൊടീൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ നല്ലൊരു ഹോൾ സൈഡായിട്ട് നല്ലൊരു ചായപ്പൊടി വാങ്ങിച്ച് അവിടുന്ന് യാത്ര തുടങ്ങി. എവിടത്തേക്കാണെന്ന് അറിയണ്ടേ? നമ്മുടെ വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന വള്ളിയൂർക്കാവിലേക്കാണ് കേട്ടോ. വള്ളിയൂർക്കാവ് ശരിക്കും മാനന്തവാടി 5 കിലോമീറ്റർ അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കബനി നദീൻ്റെ അരികിലായി കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ത്രിമൂർത്തികളാണ് ആ ക്ഷേത്രത്തിലുള്ളത്. വനദുർഗ, ജലദുർഗ, ഭദ്രകാളി. പോകുന്ന വഴിക്ക് ഒരു അമ്മമ്മേനെ കണ്ട് കയ്യെല്ലാം നോക്കി അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തി കേട്ടോ. ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പേര് വരാനും കൂടി ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിയാം? ക്ഷേത്രത്തിലെ വിഗ്രഹം വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തി എന്നാണ് വിശ്വാസം. ഇതിൽ നിന്നാണ് വള്ളിയൂർക്കാവ് എന്ന് പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. അതിലിടക്ക് നല്ല കൈകൊട്ടിക്കളി കളിക്കുന്നുണ്ട്. അതിലിടക്ക് ഒരു അമ്മേനെ കണ്ട പുറത്തുനിന്ന് ഡാൻസ് കളിക്കുന്നത്. ഇതല്ല കേട്ടോ ഇവിടെ അവരെയൊന്നും ആരും പിടിച്ചു വെക്കാനൊന്നും, കാരണം അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം ഈ ഒരു ക്ഷേത്രം ആദിവാസികൾക്ക് മാത്രം ശരിക്കുള്ളതാണ്. അതിലങ്ങനെ ഒരു വലിയ ചരിത്രമുണ്ട്. വയനാട്ടിലെ ആദിവാസി ജനതയുടെ പ്രത്യേകിച്ച് പണിയടിയ വിഭാഗങ്ങളെ ഏറ്റവും വലിയ ഉത്സവം കേട്ടോ. അവരാരാധിക്കുന്ന കേന്ദ്രമാണ്. പഴയ കാലത്ത് ആദിവാസികളെ അടിമകളാക്കി വിൽക്കുന്ന അടിമത്ത ചന്ത ഈ ക്ഷേത്ര പരിസരത്ത് നടന്നിരുന്നു. ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊരു സംഭവം കൂടി. അവിടുത്തെ ഫെയറും അവിടുത്തെ ഒരു എന്താ പറയണ്ടേ ഭംഗിയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്ര ചുറ്റി നടന്നാലും ഈ ക്ഷേത്രത്തിൽ നിന്നൊരു പോസിറ്റീവ് എനർജി അത് നമ്മൾ വിട്ടു പോവേയില്ല. എന്തായാലും പോകാതെ തൊട്ടുണ്ട് എന്തായാലും പോയിക്കോട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.